Hello, in this section we are discussing about the geological work by seaways. Seaways. The unequal solar heating of the Earth's surface produces a system of permanent global winds. This motion of air in the form of wind produces seaways. ഭൂമിയിൽ സൂര്യപ്രകാശം അൺഈക്വലായിട്ട് ലഭിക്കുന്നതിന്റെ ഫലമായിട്ട് ഓരോ ഭാഗം ഓരോ രീതിയിലായിരിക്കും ചൂടാവുന്നത്. അപ്പോൾ ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് കുറയും. ചൂട് കുറവുള്ള പ്രദേശത്ത് പ്രഷർ കൂടുതലായിരിക്കും. അങ്ങനെ ഒരു പ്രഷർ ഡിഫറൻസ് വരുന്നത് കാരണം ഉണ്ടാകുന്ന ഒരു എയറിന്റെ മൂവ്മെന്റ് ആണ് വിൻഡ്. ഇത്തരത്തിലുള്ള വിൻഡ് സീ വാട്ടറിൽ അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീച്ചറാണ് സീ വേവ്സ് എന്ന് പറയുന്നത്. Sea waves are defined as undulations of seawater characterized by well-developed crest and trough. ഇത്തരത്തിൽ വിൻഡിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഉണ്ടാവുന്ന സീ വേവിന്റെ ഡെഫിനിഷൻ പറയുന്നെങ്കിൽ ഇറ്റ് ഈസ് ആൻ അൺഡുലേഷൻ ഓഫ് സീ വാട്ടർ. സീ വാട്ടറിൽ തന്നെയുള്ള കയറ്റം ഇറക്കം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഒരു പ്രത്യേകതയിൽ ക്രെസ്റ്റും ഉണ്ട്, ട്രഫും ഉണ്ട്. ഈ റൈറ്റ് സൈഡിലെ ഫിഗർ നോക്കും, ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഈ ഭാഗത്തിനാണ് ക്രിസ്റ്റ് എന്ന് പറയുന്നത്. അതേസമയം ഡിപ്രസ്ഡ് ആയി നിൽക്കുന്ന ബേസിൻ കണക്കിരിക്കുന്ന ഭാഗമാണ് ട്രഫ് എന്ന് പറയുന്നത്. അപ്പം ക്രിസ്റ്റും ട്രഫും കൂടെയുള്ള അൻഡുലേഷൻ കൊണ്ടുണ്ടാകുന്ന സീ വാട്ടറിലെ ഒരു ഫീച്ചറാണ് സീ വേവ് എന്ന് പറയുന്നത്. The work of sea water is generally performed by several marine agents like sea waves, oceanic currents, tidal waves and tsunamis. സീ വാട്ടറിന്റെ ജിയോളജിക്കൽ വർക്ക് പെർഫോം ചെയ്യുന്ന ഏജൻസ് എന്ന് പറയുന്നത് സീ വേവ്സ് ഉണ്ട്, ഓഷ്യൻ കറന്റ്സ് ഉണ്ട്, ടൈഡൽ വേവ്സ് ഉണ്ട്, സുനാമീസ് ഉണ്ട്. The undulations of sea water at the place of their origin are called swells. Swells are broad, regular and rounded ridges and troughs of water. ഇനി ഒരു സീ വാട്ടർ ഒറിജിൻ ചെയ്യുന്ന സ്ഥലത്ത് അത് അൻഡുലേഷൻസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള അൻഡുലേഷൻസിൽ വിളിക്കുന്ന പേര് സ്വെൽസ് എന്നാണ്. സ്വെൽസിന്റെ പ്രത്യേകത അത് വളരെ ബ്രോഡാണ്, എപ്പോഴും ഉണ്ടാകുന്നത്, റെഗുലർ ആണ്. അതിന്റെ റിഡ്ജ് എന്ന് പറയുന്നത് റൗണ്ടഡ് ആണ്. ട്രഫ്സ് ഓഫ് വാട്ടർ ആണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി on the basis of shape, waves are classified into two: oscillatory waves and translatory waves. ഷേപ്പിന്റെ ബേസിൽ വേവ്സിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഓക്സിലേറ്ററി വേവ്സും ട്രാൻസ്ലേറ്ററി വേവ്സും. എന്താണ് ഓക്സിലേറ്ററി വേവ്സ് എന്ന് നോക്കാം. ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഡീപ്പർ പോർഷൻ ഓഫ് ദ സീ. ഇൻ സച്ച് വേവ്സ് ഈച്ച് പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സർക്കുലർ ഓർബിറ്റ്. ഓക്സിലേറ്ററി വേവ്സ് ഉണ്ടാകുന്നത് സീയുടെ അല്ലെങ്കിൽ ഓഷ്യന്റെ ഡീപ്പർ പാർട്സിലാണ്. ഇതിന്റെ പ്രത്യേകത ഇവിടെ വേവ് മൂവ് ചെയ്യുന്നത് സർക്കുലർ ഓർബിറ്റിലാണ്. Then translatory waves. These are typically shallow depth in sea and found along the seashore. Translatory waves വളരെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് സീഷോറിന്റെ അടുത്തുള്ള ഭാഗങ്ങളിലാണ് ഉണ്ടാകുന്നത്. And the height of the wind generated sea waves depends upon wind speed, the direction of wind from one direction, the extent of fetch which represents the length of the water surface over which the wind blows. ഒരു വിൻഡ് ജനറേറ്റഡ് സീ വേവിന്റെ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് വിൻഡിന്റെ സ്പീഡാണ്. നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ അത്തരത്തിൽ നല്ല ഹൈറ്റുള്ള വേവ്സ് ഉണ്ടാവും. അതുപോലെ സെയിം ഡയറക്ഷനിൽ തന്നെ വിൻഡ് വീശണം, ഒരേ ഡയറക്ഷനിൽ നിന്നുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള വിൻഡ്. തേർഡ് എന്ന് പറയുന്നത് എക്സ്റ്റെന്റ് ഓഫ് ഫെച്ച്. ഫെച്ച് എന്ന് പറയുന്നത് ഒരു ഓഷ്യന്റെയോ അല്ലെങ്കിൽ ഒരു ലേക്ക് സർഫസിന്റെ ഏരിയ ആണ്. വിൻഡ് കോൺസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലോ ചെയ്യുന്ന അത്രയും ഏരിയയാണ് ഫെച്ച് എന്ന് പറയുന്നത്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് വീശുന്നത് കൊണ്ട് അവിടെ വേവ്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അത്തരത്തിലുള്ള ഏരിയയാണ് ഫെച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഫെച്ച് എത്രത്തോളം കൂടുതലുണ്ടോ അതിനനുസരിച്ച് വേവിന്റെ ഹൈറ്റും വളരെയധികം കൂടുതലായിരിക്കും. വേവ് ഫീച്ചേഴ്സ്. സ്റ്റിൽ വാട്ടർ ലെവൽ, where the water surface would be if there were no waves present and the sea was completely calm. Still water level. സീയുടെ വാട്ടർ ലെവലിൽ എവിടെ വരെയാണോ വേവ്സ് ഉണ്ടാവാതെയും സീ വളരെ കാമായിട്ട് വിളിക്കുന്നത് അതാണ് സ്റ്റിൽ വാട്ടർ ലെവൽ. ഈ ഒരു ഫിഗറിൽ നോക്കാം, ഈ ഒരു ഭാഗം വരെ സീ വളരെ കാമും അവിടെ വേവ്സ് ജനറേറ്റ് ചെയ്യുന്നില്ല. ആ ഒരു ലെവലിനെയാണ് സ്റ്റിൽ വാട്ടർ ലെവൽ എന്ന് പറയുന്നത്. ക്രസ്റ്റ്, ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് എ വേവ്. ഒരു വേവിന്റെ ഹയസ്റ്റ് പോയിന്റിനെ ക്രസ്റ്റ് എന്ന് വിളിക്കുന്നു. Trough, the lowest point of the wave. ഒരു സീ വേവിന്റെ ലോവസ്റ്റ് പോയിന്റിനെ ട്രഫ് എന്ന് വിളിക്കുന്നു. Then wave height, the distance between crest and trough. ഈ ട്രഫും ഈ ക്രസ്റ്റും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് വേവ് ഹൈറ്റ് എന്ന് വിളിക്കുന്നത്. And the distance between two identical points of successive waves, for example crest to crest or trough to trough, is known as
വേവ് ലെങ്ത്. വേവ് ലെങ്ത് എന്ന് പറയുന്നത് രണ്ട് ക്രസ്റ്റ് തമ്മിലോ അല്ലെങ്കിൽ രണ്ട് ട്രഫ് തമ്മിലോ ഉള്ള ലെങ്തിനെ വിളിക്കുന്നത് വേവ് ലെങ്ത് എന്നാണ്. Wave steepness, the ratio of wave height to wavelength. If the ratio x is 1/7, the wave gets too steep and will break. Wave steepness. വേവ് ഹൈറ്റും വേവ് ലെങ്തും തമ്മിലുള്ള റേഷ്യോ ആണ് വേവ് സ്റ്റീപ്നെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൈറ്റ് വേവ് ലെങ്തിനെ അപേക്ഷിച്ച് 1/7 ഭാഗത്തിനെക്കാട്ടും കൂടുതലാണെങ്കിൽ വേവ് വളരെ സ്റ്റീപ്പും അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുമുണ്ട്. Wave period, the time it takes for two successive crests to pass a given point. ഇപ്പോൾ വേവ് പീരീഡ് എന്ന് പറയുന്നത് ഒരു വേവ് അടുത്തടുത്തുള്ള രണ്ട് ക്രസ്റ്റിനെ പാസ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗിവൺ പോയിന്റിൽ കൂടെ രണ്ട് ക്രസ്റ്റ് പാസ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് വേവ് പീരീഡ് എന്ന് പറയുന്നത്. Then wave frequency, the number of waves passing a point in a given amount of time, usually expressed as wave per second. This is the inverse of the period. Wave frequency. Wave frequency എന്ന് പറയുന്നത് breakers. As the wave approaches the shore, the bottom of the wave meets the ocean floor. As they ride across the bottom, the front wave slows down and the wavelength is reduced, where the wave height is increased to such an extent that the crest of the wave topples over and the wave is transformed into breaker, which then collapses. എന്താണ് breaker? ഒരു വേവ് ഒരു ഷോറിലോട്ട് അപ്രോച്ച് ചെയ്യാണ്. അപ്പോൾ ഈ വേവിന്റെ ഏറ്റവും അടിയത്തെ ഭാഗം, അതായത് ബോട്ടം പോർഷൻ ഓഷൻ ഫ്ലോറിൽ മീറ്റ് ചെയ്യും. ഇത്തരത്തിൽ ബോട്ടം പോർഷൻ ഓഷൻ ഫ്ലോറിലോട്ട് മീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രണ്ട് പോർഷൻ, ഏതായാലും ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് വളരെ സ്ലോ ചെയ്യും. അപ്പോൾ അതിന്റെ വേവ് ലെങ്ത് കുറയും. വേവ് ലെങ്ത്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്രസ്റ്റ് ആൻഡ് ട്രഫ്, അതിന്റെ വേവ് ലെങ്ത് കുറയുകയും വേവ് ഹൈറ്റ് കൂടുകയും ചെയ്യും. ഈ വേവ് ലെങ്തും വേവ് ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ നമ്മൾ നേരത്തെ പറഞ്ഞു, വേവ് സ്റ്റീപ്നെസ് ആണ്. ഇത്തരത്തിലൊരു സാഹചര്യം, അതായത് വേവ് ഹൈറ്റ് കൂടുകയും വേവ് ലെങ്ത് കുറയുകയും ചെയ്യണമെങ്കിൽ സ്റ്റീപ്നെസ് കൂടിയിട്ട് ആ വേവ് പൊട്ടിപ്പോകും. ഇതുപോലെ തന്നെയാണ് എന്താണ്, ഒരു ഷോറിലോട്ട് എത്തുന്ന സമയത്ത് അതിന്റെ വേവ് ലെങ്ത് കുറയും, വേവ് ഹൈറ്റ് കൂടുകയും ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകുന്ന ആ വേവിനെയാണ് ബ്രേക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ സാധാരണ ഒന്ന് ചിന്തിച്ചാൽ മതി, ഒരു കടൽത്തീരത്ത് പോയി നിൽക്കുമ്പോൾ ഒരു വേവ് വരികയാണ്, അത് വളരെ സ്ലോ ആയിട്ട് വന്നിട്ട് പെട്ടെന്ന് അത് പൊങ്ങുകയും വളരെ സ്റ്റീപ്പ് ആവുകയും അത് പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. അതിനെയാണ് ബ്രേക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. In turbulent water is called swash or uprush. They rush shoreward with greater velocity and force. ഇനി വളരെ ടർബുലന്റ് ആയിട്ടുള്ള കലങ്ങിയിട്ടുള്ള വാട്ടർ ഒരു സീഷോറിനെ അപ്രോച്ച് ചെയ്യുന്നെങ്കിൽ അതിനെ വിളിക്കുന്നത് സ്വാഷ് അല്ലെങ്കിൽ അപ്രഷ് എന്നാണ്. അത് ഭയങ്കര വെലോസിറ്റിയോടുകൂടെയും ഫോഴ്സോടുകൂടിയാണ് വരുന്നത്. Then breakers are mainly of three types: spilling breaker, plunging breaker, surging breaker. Spilling breaker. Spilling breakers occurs as wave travel across a gently sloping bottom. The wave breaks long and slow, losing its energy as white water spilling from the crest down the front of the wave. Spilling breaker. ഒരു വേവ് വളരെ ജെന്റ്ലി സ്ലോപ്പിംഗ് ബോട്ടത്തിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ബ്രേക്കേഴ്സ് ആണ് സ്പില്ലിംഗ് ബ്രേക്കർ എന്ന് പറയുന്നത്. ഇവിടുത്തെ വേവ് ബ്രേക്ക് ചെയ്യുന്നത് വളരെ ലോങ് ആയിട്ടും വളരെ സ്ലോ ആയിട്ടുമാണ്. മാത്രമല്ല നിന്ന് ഉണ്ടാകുന്നത് എനർജി വെച്ചിട്ട് വൈറ്റ് വാട്ടർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Then plunging breaker. Plunging breaker occurs as wave approach moderate to steep bottom. The water falls vertically and rushes shoreward in the form of turbulent water. പ്ലഞ്ചിങ് വാട്ടറിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ബ്രേക്കറിന്റെ പ്രത്യേകത, ഇവിടെ വേവ് അപ്രോച്ച് ചെയ്യുന്നത് മോഡറേറ്റ് മുതൽ സ്റ്റീപ്പ് ആയിട്ടുള്ള ബോട്ടമുള്ള ഭാഗങ്ങളിലൂടെയാണ്. ഇവിടെ വാട്ടർ ഫോളോ ചെയ്യുന്നത് വെർട്ടിക്കൽ ആയിട്ടാണ്. ഇവിടെ വരുന്ന വാട്ടറിന്റെ കളർ അത് ടർബുലന്റ് വാട്ടർ, വളരെ കലങ്ങിയ വെള്ളമാണ് വരുന്നത്. Then surging breaker. Surging breakers occurs when long wave period, low amplitude waves approach moderately steep shores. The wave doesn't spill or curl, it builds up and then slides rapidly up. സർജിങ് ബ്രേക്കറിന്റെ പ്രത്യേകത, അത് ഒരു ലോങ് വേവ് പീരീഡ് ഉണ്ടാവുന്ന ഒരു ബ്രേക്കർ ആണ്. അതിന്റെ പ്രത്യേകത വളരെ ലോ ആംപ്ലിറ്റ്യൂഡ് ആയിട്ടുള്ള വേവ് ആണ്. ഇത് അപ്രോച്ച് ചെയ്തത് മോഡറേറ്റ്ലി സ്റ്റീപ്പ് ഷോർസിലാണ്. ഇത് കേളയോ സ്പില്ലേയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല, ജസ്റ്റ് വരുന്നു, സ്ലൈഡ് ചെയ്ത് പോകുന്നു. Sea wave features. Surf. The turbulent forward moving swash or breaker is known as surf. വളരെ ടർബുലന്റ് ആയിട്ട് മൂവ് ചെയ്ത് വരുന്ന സ്വാഷിനെ അല്ലെങ്കിൽ ബ്രേക്കറിനെ വിളിക്കുന്ന പേരാണ് സർഫ്. പ്ലഞ്ച് ലൈൻ. The distance from the shore where the waves break is called plunge line, where the depth of the sea water and the wave height are approximately equal.
ഷോറിൽ നിന്നുള്ളൊരു ഡിസ്റ്റൻസ് എവിടെയാണോ വേവ് ബ്രേക്ക് ചെയ്യുന്നത് ആ ഒരു ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് പ്ലഞ്ച് ലൈൻ. ഷോറിൽ നിന്ന് എത്ര ദൂരത്ത് നിന്നാണോ ഒരു വേവ് ബ്രേക്ക് ചെയ്യുന്നത് അതിനെയാണ് പ്ലഞ്ച് ലൈൻ എന്ന് വിളിക്കുന്നത്. പ്ലഞ്ച് ലൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ സ്ഥലത്തെ സീ വാട്ടറിന്റെ ഡെപ്തും അതുപോലെ തന്നെ വേവ് ഹൈറ്റും ആയിരിക്കും. അതായത് സീ വാട്ടറിന്റെ ഡെപ്തും വേവ് ഹൈറ്റും അപ്രോക്സിമേറ്റ്ലി ഒരു പ്ലഞ്ച് ലൈനിൽ ഈക്വൽ ആയിരിക്കും. ഓഷൻ കറന്റ്. Ocean currents are continuous, predictable, directional movement of seawater driven by gravity, Coriolis effect, and water density. ഓഷ്യൻ കറണ്ട് എന്ന് പറയുന്നത് വളരെ കണ്ടിന്യൂസ് ആയിട്ട് വളരെ പ്രഡിക്റ്റബിൾ ആയിട്ട് ഒരേ ഡയറക്ഷനിൽ പോകുന്ന സീ വാട്ടറിന്റെ ഒരു ഫ്ലോയാണ്. ഇത്തരത്തിൽ ഈ ഒരു സീ വാട്ടർ ഒരേ ഡയറക്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ കാരണം ഒന്നേ ഗ്രാവിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ വിൻഡിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വാട്ടർ ഡെൻസിറ്റി കൊണ്ടായിരിക്കാം. And ocean currents are divided into two, littoral currents and rip currents. Littoral currents, bodies of sea water of considerable volume moving along and parallel to shore. ഇപ്പോൾ ഒരു ഓഷ്യൻ കറന്റ് ഒരു ഷോറിന് പാരലൽ ആയിട്ടോ അല്ലെങ്കിൽ എലോങ് ആയിട്ടോ ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ലിറ്റോറൽ കറന്റ്സ്. Drip currents, bodies of seawater moving backward to sea after reaching and struck the seashore. It is also known as backwash current or undertow current. ഇപ്പോൾ ഒരു ഫ്ലോ ഓഫ് വാട്ടർ അല്ലെങ്കിൽ സീ വാട്ടർ ഒരു ഷോറിലെത്തുകയും അവിടെ നിന്ന് ബാക്കിലോട്ട് അത് മൂവ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റിപ്പ് കറന്റ് അല്ലെങ്കിൽ ബാക്ക്വാഷ് കറന്റ് അല്ലെങ്കിൽ അണ്ടർടോ കറന്റ്സ്. Sea coast and sea shore, shoreline. The shifting line of contact between sea water and land. The shorelines are dynamic systems involving the energy of waves and currents. Wind-generated waves provide most of the energy for the erosion, transportation and deposition. Shoreline. സീ വാട്ടറും ലാൻഡും തമ്മിൽ ചേരുന്ന ആ ഒരു കോണ്ടാക്ട് ലൈനോ ഷിഫ്റ്റിംഗ് ലൈനെ വിളിക്കുന്ന പേരാണ് ഷോർ ലൈൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഡൈനാമിക് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഷോർ ലൈൻ, പ്രത്യേകിച്ച് ഓഷ്യൻ കറന്റ്സിന്റെയും വേവ്സിന്റെയും. എങ്കിലും ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഏജന്റ് എന്ന് പറയുന്നത് വേവ് തന്നെയാണ്, വിൻഡ് ജനറേറ്റഡ് ആയിട്ട് വേവ് തന്നെയാണ്. അതാണ് ആക്റ്റീവായിട്ട് ഇറോഷനും ട്രാൻസ്പോർട്ടേഷൻ ഡെപ്പോസിഷൻ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്നത്. ദെൻ കോസ്റ്റ് ലൈൻ. ദ കോസ്റ്റ് ഇസ് എ ലാൻഡ് അലോങ് എ സീ. കോസ്റ്റ് എന്ന് പറയുന്നത് സീക്ക് അടുത്തൂടെ കാണപ്പെടുന്ന ലാൻഡിനെയാണ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ദ ബൗണ്ടറി ഓഫ് എ കോസ്റ്റ് വേർ ദ ലാൻഡ് മീറ്റ്സ് വാട്ടർ. എവിടെയാണോ കോസ്റ്റിന്റെ ബൗണ്ടറി വാട്ടറുമായിട്ട് മീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോസ്റ്റ് വാട്ടറുമായിട്ട് മീറ്റ് ചെയ്യുന്നത് ആ ഒരു ലൈനിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ലൈൻ. ഇവിടെയും ആക്ട് ചെയ്യുന്നത് വേവ്സ് ഉണ്ട്, ടൈഡ്സ് ഉണ്ട്, കറന്റ്സ് ഉണ്ട്. ഇവിടെ ഇതൊക്കെ ഡൈനാമിക് ആയിട്ട് കോസ്റ്റ് ലൈൻസിലും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് കോസ്റ്റ് ലൈനും ഷോർ ലൈനും തമ്മിലുള്ള വ്യത്യാസമെന്ന് അത് നമുക്ക് നോക്കാം. The term coastline is generally used to describe the approximate boundary at a relatively large spatial scale, while shoreline is used to describe the precise location of the boundary between land and water. കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ബൗണ്ടറി ആണ്, അതും നമ്മൾ ലാർജ് സ്കെയിലാണ് പറയുന്നത്. ഇപ്പം പസഫിക് ഓഷ്യന്റെ കോസ്റ്റ് ലൈൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യന്റെ കോസ്റ്റ് ലൈൻ ഇങ്ങനെയാണ്. അത് വളരെ ലാർജ് സ്കെയിലിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുന്നതാണ് കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അതേസമയം വളരെ പ്രിസൈസ് ആയിട്ട് ഇപ്പൊ ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നെങ്കിൽ അത് കോസ്റ്റ് ലൈൻ ആയിരിക്കും. അതേസമയം ശംഖുമുഖം കടപ്പുറം ത്തിന്റെ ഷോർ ലൈൻ എന്ന് പറയുന്നത് വളരെ പ്രിസൈസ് ആയിട്ട് പറയുന്നതാണ് ഷോർ ലൈൻ. അപ്പൊ രണ്ടും ലാൻഡും അല്ലെങ്കിൽ പിന്നെ സീ വാട്ടറും തമ്മിലുള്ള ബൗണ്ടറി തന്നെയാണ്. പക്ഷെ ഒന്ന് അപ്രോക്സിമേറ്റ് ആണ് പറയുന്നത്, മറ്റത് വളരെ പ്രിസൈസ് ആയിട്ടും ഒന്ന് ലാർജ് സ്കെയിലും ആണ് പറയുന്നതെങ്കിൽ ഒന്ന് വളരെ പ്രിസൈസ് ആയിട്ടും വളരെ ചെറിയൊരു ഏരിയ എടുത്ത് പറയുന്നതാണ് ഷോർ ലൈൻ. ബാക്ക് ഷോർ. The part of the beach lying between the beach face and coastline. The back shore is dry under normal condition and it is often characterized by berms. Vegetation is generally sparse or absent and the back shore is only exposed to waves under extreme events with high tide and storm surge. Back shore. ബീച്ച് ഫേസിനും കോസ്റ്റ് ലൈനും ഇടയിലുള്ള ബീച്ചിന്റെ പോർഷനെയാണ് ബാക്ക് ഷോർ എന്ന് വിളിക്കുന്നത്. ഇത് നോർമൽ കണ്ടീഷനിൽ വളരെ ഡ്രൈ ആയിരിക്കും. അത് ഡ്രൈ അല്ലാതിരിക്കുന്നത് എക്സ്ട്രീം ഇവന്റ്സ് ആയിപ്പോൾ ഹൈ ടൈഡോ സ്റ്റോം സർജോ ഒക്കെ ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കും അവിടെ വെറ്റ് കണ്ടീഷൻസ് ഉണ്ടാവുന്നത്. ഇനി ഈ ബാക്ക് ഷോറിന്റെ പ്രത്യേകത ഒരുപാട് ബേംസ് കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് ബാക്ക് ഷോർ. ബേംസ് എന്ന് പറയുന്നത് മൺകൂണ, മണൽക്കൂണ, അതിന്റെ തിട്ട എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരുപാട് ഡെപ്പോസിറ്റ്സ് കാണുന്ന ഒരു സ്ഥലമാണ് ബാക്ക് ഷോർ. പക്ഷേ ഇവിടെ വളരെ ഡ്രൈ ആയതുകൊണ്ട് തന്നെ വെജിറ്റേഷൻസ് ഒന്ന് വളരെ സ്പേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ വെജിറ്റേഷൻ കാണത്തില്ല.
Then foreshore, the part of the shore lying between high water spring tide and low water neap tide level is called foreshore. High tide levelലും low tide levelലും ഇടയിൽ കാണപ്പെടുന്ന ഷോറിന്റെ പാർട്ടിനെ വിളിക്കുന്നതാണ് foreshore. Offshore, zone or shallow bottom of continental slope. ഓഫ്ഷോർ എന്ന് പറയുന്നത് കോണ്ടിനെന്റൽ സ്ലോപ്പിന്റെ ഷാലോ ബോട്ടത്തിനെ വിളിക്കുന്ന പേരാണ് ഓഫ്ഷോർ. അപ്പൊ എന്താണ് കോണ്ടിനെന്റൽ സ്ലോപ്പ് എന്ന് ചോദിക്കും. ഒരു കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് പറയുന്നത് നമ്മുടെ ലാൻഡിന്റെ ഒരു പാർട്ട് വെള്ളത്തിൽ സീ വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് കിടക്കുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോണ്ടിനെന്റൽ ഷെൽഫിൽ നിന്ന് പോകുന്ന വളരെ സ്റ്റീപ്പായിട്ടൊരു പോർഷനാണ് കോണ്ടിനെന്റൽ സ്ലോപ്പ്. ഡെപ്പോസിഷൻ ഒന്നും ഇല്ലാത്തൊരു ഭാഗമാണ് കോണ്ടിനെന്റൽ സ്ലോപ്പ്. അപ്പോൾ ആ കോണ്ടിനെന്റൽ സ്ലോപ്പിന്റെ ഷാലോ ബോട്ടത്തിനെ വിളിക്കുന്ന പേരാണ് ഓഫ്ഷോർ. Then to our topic, process of marine erosion. Sea waves resort to erosion to the coastal land and backshore zone through the process and mechanism of marine erosion, corrosion or abrasion, then attrition, corrosion or solution, water pressure, etc. When the sea water breaks at the plunge line, the potential energy of the waves is converted into kinetic energy and the resultant breakers or swash or surf currents strike the coast with enormous power and erode the geomaterials in different manner. സീവേഴ്സ് എന്ന് പറയുന്നത് കോസ്റ്റൽ ലാൻഡിൽ അല്ലെങ്കിൽ ബാക്ക് ഷോർ സോണിൽ ഏറ്റവും ആക്റ്റീവായിട്ട് ഇറോഷൻ ഡെപ്പോസിഷൻ പ്രോസസ്സ് അണ്ടർടേക്കൺ ചെയ്യുന്ന ഒരു ഏജന്റ് ആണ്. പല ആക്ടിവിറ്റീസ് വഴി, അത് കൊറേഷൻ വഴിയും കൊറോഷൻ വഴിയും അട്രീഷൻ വഴിയും ഹൈഡ്രോളിക് പ്രഷർ അല്ലെങ്കിൽ വാട്ടർ പ്രഷർ വഴിയൊക്കെ തന്നെ ഇറോഷനും ഡെപ്പോസിഷനും സീവേഡ്സ് ഈ ബാക്ക് ഷോറിലും കോസ്റ്റൽ ലാൻഡ്സിലും ഒക്കെ നടത്തുന്നുണ്ട്. ഒരു സീ വേവ് അതിന്റെ പ്ലഞ്ച് ലൈനിൽ എത്തുന്ന സമയത്ത് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്കേഴ്സ് ഉണ്ടാവാറുണ്ട്, സ്വാഷ് ഉണ്ടാവാറുണ്ട്, സർഫ് കറൻസ് ഉണ്ടാവാറുണ്ട്. അത് വളരെ എനോമസ് പവറായിട്ട് എവിടെ വന്ന് സ്ട്രൈക്ക് ചെയ്യും? ആ കോസ്റ്റിൽ അല്ലെങ്കിൽ ബീച്ചിൽ വന്ന് സ്ട്രൈക്ക് ചെയ്ത് പലതരത്തിലുള്ള ജിയോ മെറ്റീരിയൽസിനെ ഇറോഡ് ചെയ്യുകയും ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. The natural magnitude of coastal erosion are affected and determined by the following factors. ഇനി കോസ്റ്റൽ എറോഷന്റെ നേച്ചറിനെയും അതിന്റെ വ്യാപ്തിയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരുപാട് ഘടകങ്ങളാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, the wavelength, wave velocity, wave frequency, wave period. Long enduring waves with longer wavelength and high velocity become effective erosive agent. ഒരു വേവിന്റെ വേവ് ലെന്ത്, വേവ് വെലോസിറ്റി, വേവ് ഫ്രീക്വൻസി, വേവ് പീരീഡ് തുടങ്ങിയവ അതിന്റെ ഇറോഷനെ എഫക്ട് ചെയ്യും. വളരെ ലോങ് വേവ് ലെന്ത് ഉള്ള ഹൈ വെലോസിറ്റി ഉള്ള വേവ് ആണെങ്കിൽ അതിന്റെ ഇറോഷണി പവർ എന്ന് പറയുന്നത് മറ്റുള്ള വേവ്സിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. Then structure and composition of the bedrock. Well jointed and fractured rocks are more easily plugged, quarried and abraded by the sea wave. വളരെ ഫ്രാക്ചർ ഉള്ള അല്ലെങ്കിൽ വെൽ ജോയിന്റഡ് ആയിട്ടുള്ള റോക്സിൽ കമ്പാരിറ്റീവ്ലി ഇറോഷൻ കൂടുതലായിരിക്കും ജോയിന്റ് അല്ലെങ്കിൽ ഫ്രാക്ചേഴ്സ് ഇല്ലാത്ത റോക്സിനെ അപേക്ഷിച്ച്. Then more or less stable coastline is subjected to more erosion than unstable coastline. അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റ് ലൈനിലാണ് കമ്പാരിറ്റീവ്ലി ഇറോഷൻ കൂടുതലായിട്ട് നടക്കുന്നത് അൺസ്റ്റേബിൾ കോസ്റ്റ് ലൈനേക്കാൾ. Then vertical coastlines having deep water is less eroded because the sea waves are reflected back without causing much harm to the cliff. On the other hand, the cliffs which rise moderately from the wide basal platform and if the seawater is shallow depth are prone to more hydraulic action and plucking because the breakers or shacks strike the cliff with greater velocity and enormous power and then harm other rocks. ഇപ്പോൾ ഒരു കോസ്റ്റ് വെർട്ടിക്കൽ ആണെങ്കിൽ, അതായത് ക്ലിഫ്സ് ഒക്കെ കാണപ്പെടുന്ന ഒരു കോസ്റ്റ് ആണ്, പക്ഷെ അവിടെ ഡീപ്പ് വാട്ടർ ആണ് ഉള്ളതെങ്കിൽ അവിടെ സീ വേവ്സ് അത്രത്തോളം തന്നെ ഇറോഷൻ ഉണ്ടാക്കാറില്ല. അതേസമയം ഒരു ക്ലിഫ് ഉണ്ട്, പക്ഷെ അവിടുത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കുറച്ചുകൂടെ വൈഡ് ആണ്, മോഡറേറ്റ് ആണ്, ഷാലോ ഡെപ്ത് ആണ്. ഡെപ്ത് വളരെ കുറവാണെങ്കിൽ അവിടെ ഹൈഡ്രോളിക് ആക്ഷൻ വളരെ ശക്തമായിട്ട് നടക്കുകയും ഇറോഷൻ കൂടുതലായിട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ ക്ലിഫ്സ് ഉണ്ട്, പക്ഷെ ഡീപ്പ് വാട്ടർ ആണെങ്കിൽ ഇറോഷൻ കുറവായിരിക്കും, അതേസമയം ഷാലോ വാട്ടർ ആണെങ്കിൽ ഇറോഷൻ കൂടുതലായിരിക്കും. ദെൻ അവൈലബിലിറ്റി ഓഫ് ഇറോഷൻ ടൂൾസ്. ഈ ഇറോഷൻ ടൂൾസിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചായിരിക്കും ഇറോഷൻ നടക്കുന്നത്. ഇറോഷൻ ടൂൾസ് എന്ന് പറയുന്നത് സാൻഡ്, ഗ്രേവൽ, പെബിൾസ്, കോബിൾസ്, ബൗൾഡേഴ്സ് തുടങ്ങിയവയാണ്. ദെൻ ഡ്യൂറേഷൻ ഓഫ് മറൈൻ ഇറോഷൻ. എത്ര നേരമാണോ മറൈൻ ഇറോഷൻ ഉള്ളത്, എത്ര കൂടുതലാണോ ഉള്ളത്, അതിനനുസരിച്ച് ഇറോഷൻ പവറും കൂടുതലായിരിക്കും. Sea wave erosion are mainly of four types: abrasion, attrition, corrosion and hydraulic action. Abrasion or corrosion. Abrasion or corrosion is an effective mechanism of coastal erosion by marine waves with the help of tools of erosion. അബ്രേഷൻ അല്ലെങ്കിൽ കൊറേഷൻ എന്ന് പറയുന്നത്
ഏതെങ്കിലും ഒരു ടൂൾസിന്റെ സഹായത്തോടു കൂടെ ബെഡ് റോക്കിന് ഇറോഷൻ സംഭവിക്കുന്നതിനെയാണ് അബ്രേഷൻ അല്ലെങ്കിൽ കൊറോഷൻ എന്ന് പറയുന്നത്. സീ വേവ് പെബിൾസും കോബിൾസും ബൗൾഡേഴ്സും കോഴ്സ് സാൻഡിനും ഒക്കെ ക്യാരി ചെയ്ത് കൊണ്ടുവരും. ഇത്തരത്തിൽ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന പെബിൾസും കോബിൾസും ഒക്കെ അവിടെ ഒരു ബീച്ചിൽ അല്ലെങ്കിൽ ഒരു ഷോറിൽ കാണപ്പെടുന്ന ബെഡ് റോക്കുമായിട്ട് ഇടിച്ചിട്ട് ഇറോഷൻ സംഭവിക്കുന്നതിനാണ് അബ്രേഷൻ അല്ലെങ്കിൽ കൊറോഷൻ എന്ന് പറയുന്നത്. ഹൈ എനർജി storm waves charged with the large cobbles drill out circular potholes and abrade the standing bedrocks. അപ്പോൾ ഒരു സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ബെഡ് റോക്സിൽ ശക്തമായിട്ട് അബ്രേഷൻ നടക്കുന്ന സമയത്ത് അതിലുണ്ടാവുന്നത് പോട്ട് ഹോൾസ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഉണ്ടാവും. പിന്നീട് അതിന് കണ്ടിന്യൂസ് ഇറോഷൻ സംഭവിച്ച് മറ്റ് ഫീച്ചേഴ്സ് ആയിട്ട് അത് മാറും. Then attrition. Attrition involves mechanical wear and tear and consequential breakdown of fragments due to their mutual collision effected by backwash and rip currents which remove the fragments from the cliff base and transport them towards the sea. Rip currents അല്ലെങ്കിൽ backwash currents എന്താണെന്ന് നേരത്തെ പറഞ്ഞു അല്ലേ? ഒരു സീഷോറിൽ വന്ന് തട്ടുകയും തിരിച്ച് അതേ ഫോഴ്സിൽ ബാക്കിലോട്ട് പോകുന്ന ഓഷൻ കറൻസിനെയാണ് backwash currents അല്ലെങ്കിൽ rip currents എന്ന് വിളിക്കുന്നത്. അപ്പോൾ റിപ്പ് കറൻസ് അല്ലെങ്കിൽ ബാക്ക്വാഷ് കറൻസ് ഉണ്ടാകുന്ന സമയത്ത് അത് ഒത്തിരി പെബിൾസും ഗോബിൾസും ഒക്കെ അതിനകത്ത് തന്നെ ക്യാരി ചെയ്യുകയും അത് പരസ്പരം ഉരസിയിട്ട് അതിന് മെക്കാനിക്കൽ വിയർ ആൻഡ് ടിയർ സംഭവിച്ച് അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇറോഷൻ സംഭവിക്കുന്നതിനെ അട്രീഷൻ എന്ന് വിളിക്കുന്നു. Corrosion of solution. Corrosion of solution refers to the chemical alteration of rocks, mainly carbonate rocks, due to their contact with seawater. Corrosion of solution. ഇപ്പോൾ സീ വാട്ടർ ഏതെങ്കിലുമൊക്കെ കാർബണേറ്റ് റോക്സ് ആയ ലൈംസ്റ്റോൺ, ഡോളമൈറ്റ്, ചോക്ക് ഒക്കെ ആയിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് കെമിക്കൽ ആൾട്ടറേഷൻ ഉണ്ടാകുകയും അത്തരത്തിൽ നടത്തുന്ന ഇറോഷനെ വിളിക്കുന്നതാണ് കൊറോഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ എന്നത്. Hydraulic action. It refers to the impact of moving water on the coastal rocks. Large storm waves attack the coastal rocks with enormous hammer blows. Repeated blows of striking seawater enlarge the joints, fractures back turns, and thus breaking the rocks into smaller joint-bounded blocks. Hydraulic action. വാട്ടറിന്റെ ഇമ്പാക്റ്റ് കൊണ്ട് കോസ്റ്റൽ റോക്സിന് ഇറോഷൻ സംഭവിക്കുമെങ്കിൽ അതാണ് ഹൈഡ്രോളിക് ആക്ഷൻ എന്ന് പറയുന്നത്. വളരെ ശക്തിയേറിയ വേവ്സ് കോസ്റ്റൽ റോക്സിൽ വന്നിട്ട് വളരെ ശക്തമായ പ്രഹരങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രഹരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ റോക്സിലുള്ള ജോയിൻസും ഫ്രാക്ചേഴ്സും ഒക്കെ വലുതാകുകയും അത് പിന്നീട് അൾട്ടിമേറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യും പുതിയ സ്മോളർ ആയിട്ടുള്ള ജോയിന്റ് ബൗണ്ടഡ് റോക്സ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെ ഹൈഡ്രോളിക് ആക്ഷൻ എന്ന് വിളിക്കുന്നു. The waves are capable of dislodging larger fragments of rocks weighing several tons in weight. This process of displacement of rock fragments is called coring and plucking. ഇനി വേവ്സിന്റെ ശക്തി എന്ന് പറയുന്നത് വളരെ വലിയ ടൺസ് ഓഫ് കിലോഗ്രാംസ് ഉള്ള വെയിറ്റ് ഉള്ള റോക്സിനെ വരെ വേവ്സിന്റെ ആക്ഷൻ കൊണ്ട് ഡിസ്പ്ലേസ് ചെയ്യാനും ഡിസ്ലോഡ്ജ് ചെയ്യാനും ഒക്കെ പറ്റും. ഇത്തരത്തിൽ വലിയ ടൺസ് ഓഫ് വെയിറ്റ് ഉള്ള റോക്കിന് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്നത് കോറിങ് അല്ലെങ്കിൽ പ്ലക്കിംഗ് എന്നാണ്. Then, in fact, wave coring and wave plucking caused by the hydraulic action and the breaking waves is very effective mechanism of erosion of weathered and joint bounded fresh bedrocks. ഇനി ഹൈഡ്രോളിക് ആക്ഷന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ കോറിങ് അല്ലെങ്കിൽ പ്ലക്കിംഗ് ഏറ്റവും ആക്റ്റീവായിട്ട് നടക്കുന്നത് വെതറിങ് സംഭവിച്ചതോ അല്ലെങ്കിൽ ജോയിന്റ് ബൗണ്ടഡ് ആയിട്ടുള്ള ഫ്രഷ് റോക്സിനായിരിക്കും. അതായത് വെൽ ജോയിന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രാക്ചേഴ്സ് ഉള്ള വെതറിങ് സംഭവിച്ച റോക്സിനാണ് കോറിങ്, പ്ലക്കിംഗ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ആക്ഷൻ എന്ന ഇറോഷൻ പ്രോസസ്സ് ഏറ്റവും ആക്റ്റീവായിട്ട് നടക്കുന്നത്.